6 വർഷത്തിനിടെ 2 വിവാഹം, ആ 2 ഭാര്യമാരെയും പിന്നീട് കൊലപ്പെടുത്തുന്നു. അതിനിടെ ഒട്ടേറെ വഴിവിട്ട ബന്ധങ്ങൾ. കോട്ടയം സ്വദേശി പ്രേംകുമാർ ഒരു സൈക്കോ മാത്രമല്ല, കൊടും ക്രിമിനലാണ്. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് പ്രേംകുമാർ തൃശ്ശൂർ സ്വദേശിനി രേഖയെ വിവാഹം കഴിച്ചത്. എന്നാൽ ആ ദാമ്പത്യ ജീവിതവും അയാളുടെ സംശയം കാരണം തകർന്നു. ഒടുവിൽ ഭാര്യയെയും ഭാര്യാമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിൽ അയാൾ വെട്ടിയൊട്ടിച്ച ചിത്രങ്ങൾ പ്രതിയുടെ മനോവൈകൃതമാണ് തുറന്നു കാട്ടുന്നത്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിന് പോലീസിനെ വെട്ടിച്ച് എത്ര നാൾ ഒളിവിൽ കഴിയാൻ സാധിക്കും? പ്രതിയുടെ ക്രിമിനൽ ബുദ്ധി അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശൂർ പടിയൂരിലെ വാടക വീട്ടിലെത്തിയാൽ ഇപ്പോഴും അഴുകിയ മൃതദേഹങ്ങളുടെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. കൊലയ്ക്ക് ശേഷം ഭാര്യ രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ച 3 ചിത്രങ്ങൾ, ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചുള്ള കുറിപ്പ്, വീടിനകത്ത് സാധനങ്ങൾ ചിന്നി ചിതറിക്കിടക്കുന്നു. പോലീസിനെ പോലും നടുക്കിയ കാഴ്ചകളാണ്. ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഒരു കൊടും കുറ്റവാളിയാണ്. 2019 കാമുകിക്കൊപ്പം ചേർന്ന് ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തി. ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം തൃശൂർ കാരളം സ്വദേശി രേഖയെ വിവാഹം കഴിക്കുന്നു. എന്നാൽ 5 മാസം തികയും മുൻപേ 2ാം ഭാര്യയെയും അമ്മ മണിയെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രേംകുമാറിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഭാര്യയോടുള്ള സംശയമാണ് ഇരട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് നിഗമനം. തൃശൂർ പടിയൂരിലെ വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. കാരളം വെള്ളാനി സ്വദേശിനി രേഖ, അമ്മ മണി എന്നിവരെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൃത്യം നടന്നതെന്ന് പോലീസ് പറയുന്നു. സംഭവ ദിവസം രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനെ വീട്ടിൽ കണ്ടവരുണ്ട്. ഭാര്യയെ സംശയം കാരണം പ്രേംകുമാർ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. രേഖയുടെ മൃതദേഹത്തിൽ 3 ചിത്രങ്ങളും പ്രതി കുത്തിവെച്ചിരുന്നു. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും ഇതോടൊപ്പമുണ്ട്. അഴുകിത്തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വീടിനകത്ത് സാധനങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലും. രണ്ട് ദിവസമായി അമ്മയെയും രേഖയെയും ഫോണിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് രേഖയുടെ സഹോദരി പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രേഖ ഭർത്താവ് പ്രേംകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇരുവരും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി. അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത്. ഇരുവർക്കും കൗൺസിലിംഗ് നൽകാമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചതാണ്. കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ കൗൺസിലിംഗിന് പോകുന്നില്ലെന്നും രേഖ സഹോദരിയോട് പറഞ്ഞതാണ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് രേഖയുമായി സഹോദരി അവസാനം സംസാരിച്ചത്. പിന്നീട് കേൾക്കുന്നത് കൊലപാതക വിവരമാണ്. ആദ്യ ഭാര്യയായ വിദ്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു അത്. അതിനുശേഷമാണ് ഇയാൾ അധ്യാപികയായ രേഖയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിച്ചതും. ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ രേഖ 5 മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. രേഖയും അമ്മ മണിയും കഴിഞ്ഞ ജനുവരിയിലാണ് വീട് വാടകയ്ക്കെടുത്തതെന്ന് വീട്ടുടമ പറഞ്ഞു. വിവാഹശേഷം കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ പ്രേംകുമാർ ജോലി നോക്കിയതാണ്. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടും. അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി. എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചത്. ഭാര്യയുടെ ഫോൺ സംശയം കാരണം പ്രേംകുമാർ പിടിച്ചു വെച്ചിരുന്നു.
രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. സുഹൃത്തായ അധ്യാപകനുമായി ഭാര്യയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. 2019 വിദ്യ എന്ന യുവതിയെ തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തിരുനെൽവേലിയിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കോട്ടയം സ്വദേശി പ്രേംകുമാറും കാമുകി സുനിതയും ചേർന്നാണ് ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയത്. പിന്നീട് തെളിവ് നശിപ്പിക്കാൻ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥ. എന്നാൽ ആ കേസിൽ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ 5 മാസം മുൻപ് തൃശൂർ സ്വദേശിനി രേഖയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഒടുവിൽ സംശയം കാരണം രണ്ടാം ഭാര്യയെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തുകയായിരുന്നു. രണ്ടായിരത്തി 19 പ്രേംകുമാർ കാമുകിക്കൊപ്പം ചേർന്ന് ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശിനി സുനിതയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കാനാണ് തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയംപേരൂരിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടിയായിരുന്നു. ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ചേർത്തല സ്വദേശിനിയായ വിദ്യ കോട്ടയംകാരനായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. ഇതോടെ ചേർത്തലയിലെ കുടുംബവുമായി അകന്നു. തുടർന്ന് പ്രേംകുമാറിനൊപ്പം എറണാകുളം ഉദയംപേരൂരിലായിരുന്നു താമസം. ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകനുണ്ട്. വിദ്യയ്ക്കൊപ്പം ജീവിക്കുമ്പോഴാണ് കോളേജിലെ സഹപാഠിയായിരുന്ന സുനിതയും പ്രേംകുമാറും വീണ്ടും കണ്ടുമുട്ടിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും തമ്മിൽ പിന്നീട് അടുപ്പത്തിലായി. പ്രണയം ശക്തമായതോടെ ഒരുമിച്ച് ജീവിക്കാനും അതിനായി വിദ്യയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഇരുവരും തീരുമാനിച്ചു. ഈ സമയം തിരുവനന്തപുരം കളിയിക്കാവിളയിലെ ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു സുനിത. പ്രേംകുമാറും സുനിതയും മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം 2019 മെയ് മാസം മുതൽ തിരുവനന്തപുരം പേയാട് ഒരു വില്ല വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസം ആരംഭിച്ചു. ഇതിനിടെ സുനിതയുമായുള്ള ബന്ധത്തെ ചൊല്ലി വിദ്യയും പ്രേംകുമാറും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായി. അതിനിടെ വാഹനാപകടത്തിൽ കഴുത്തിന് പരിക്കേറ്റിരുന്ന വിദ്യയ്ക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കാമെന്ന് പറഞ്ഞ് പ്രേംകുമാർ ഇവരെ തിരുവനന്തപുരത്ത് എത്തിച്ചു. തുടർന്ന് 2019 സെപ്റ്റംബർ 21 പുലർച്ചെയാണ് പ്രേംകുമാറും സുനിതയും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം പ്രേംകുമാറും സുനിതയും വിദ്യയുടെ മൃതദേഹവുമായി കാറിൽ തിരുനെൽവേലി ഭാഗത്തേക്കാണ് പോയത്. യാത്രക്കിടെ സംശയം തോന്നാതിരിക്കാൻ കാറിന്റെ പിൻസീറ്റിൽ ഒരാൾ ഇരിക്കുന്നത് പോലെയാണ് മൃതദേഹം വെച്ചിരുന്നത്. മൃതദേഹം മറിയാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനും സുനിത മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടാണ് തിരുനെൽവേലി വരെയും യാത്ര ചെയ്തത്. തുടർന്ന് തിരുനെൽവേലി ഹൈവേക്കരികിലെ ഒരു കുറ്റിക്കാട്ടിൽ ഇരുവരും ചേർന്ന് മൃതദേഹം ഉപേക്ഷിച്ചു. തുടർന്ന് 2ാം ദിവസം ഭാര്യയായ വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പ്രേംകുമാർ എറണാകുളം ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. ഇതിനിടെ അന്വേഷണം വഴിതെറ്റിക്കാനായി വിദ്യയുടെ മൊബൈൽ ഫോൺ പ്രതി നേത്രാവതി എക്സ്പ്രസിൽ ഉപേക്ഷിച്ചു. ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിദ്യ ഗോവയിലേക്ക് പോയെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അന്വേഷണത്തിൽ വിദ്യയെ കണ്ടെത്താനായില്ല. സംഭവത്തിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കെയാണ് പ്രേംകുമാറിലേക്ക് സംശയം നീണ്ടത്. ഒടുവിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതായി വാട്സാപ്പ് സന്ദേശത്തിലൂടെ പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തി. പിന്നാലെ പോലീസ് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് മൃതദേഹം കണ്ടെത്തി. അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാൻ ആരും എത്താതിരുന്നതിനാൽ
അനാഥ മൃതദേഹമെന്ന് കരുതി തമിഴ്നാട് പോലീസ് സംസ്കരിച്ചിരുന്നു. എന്നാൽ മൃതദേഹത്തിന്റെ ഫോട്ടോ കണ്ട് പ്രേംകുമാർ തന്നെ ഇത് വിദ്യയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നാലെ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. കേസിൽ അറസ്റ്റിലായ പ്രേംകുമാർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് തൃശൂർ സ്വദേശിനി രേഖയെ വിവാഹം കഴിച്ചതും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത്. ന്യൂസ് 18 തൃശൂർ. കണ്ണൂരിൽ 1.5 പതിറ്റാണ്ട് മുൻപ് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് 15-കാരിയെ പിതാവും സുഹൃത്തുക്കളും അടക്കം 12 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസ്. 12 വയസ്സ് മുതൽ സ്വന്തം അച്ഛനിൽ നിന്നും അതിക്രമം നേരിട്ട് തുടങ്ങിയ പെൺകുട്ടിയെ അയാൾ പിന്നീട് പലർക്കായി കാഴ്ചവെച്ചു. കേസിൽ 11 പേരെ കോടതി നേരത്തെ ശിക്ഷിച്ചതാണ്. പെൺകുട്ടിയുടെ പിതാവ് ജയിലിൽ കഴിയുമ്പോൾ തൂങ്ങി മരിച്ചു. എന്നാൽ കേസിലെ 2ാം പ്രതി മങ്കടൻ സ്വദേശി സക്കറിയ വിദേശത്തേക്ക് കടന്നിരുന്നു. 16 വർഷത്തിന് ശേഷം പിടിയിലായ സക്കറിയയ്ക്കും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതിക്ക് 15 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ആയിപ്പുഴ പീഡനക്കേസിലാണ് 2ാം പ്രതിക്കും ശിക്ഷ വിധിച്ചത്. മങ്കടൻ പുതിയപാറയിൽ സക്രിയയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി 15 വർഷം തടവിനും 1.5 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. 2008 ഏപ്രിലിൽ പറശ്ശിനിക്കടവിലുള്ള റിസോർട്ടിൽ വച്ചാണ് 2ാം പ്രതിയായ സക്കറിയ പിതാവിന്റെ സഹായത്തോടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിലെ മറ്റു പ്രതികൾ നേരത്തെ ശിക്ഷിക്കപ്പെട്ടു. വിദേശത്തേക്ക് കടന്ന സക്കറിയ 2024 സെപ്റ്റംബറിൽ നാട്ടിലെത്തിയപ്പോഴാണ് വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത്. പഠിക്കുമ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം മാതാവിനോട് പറഞ്ഞത്. തുടർന്ന് മാതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത മകളെ സ്വന്തം പിതാവ് തന്നെ 12ാം വയസ്സ് മുതൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. ശിക്ഷയിൽ കഴിയവേ പെൺകുട്ടിയുടെ പിതാവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ വിദ്യാർത്ഥിനിയെ ബലിയാടാക്കിയതായി പരാതി. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. എതിർച്ചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു കള്ളപ്രചരണം. പിന്നീട് +1 വിദ്യാർത്ഥിനി നാണക്കേട് കാരണം പഠനം ഉപേക്ഷിച്ചു. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ +1 വിദ്യാർത്ഥിനിയെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിയെന്നാണ് പരാതി. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചരണം. അസുഖബാധിതയായ വിദ്യാർത്ഥിനി 4 മാസം അവധിയെടുത്തപ്പോഴാണ് വ്യാജപ്രചരണം നടത്തിയത്. സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലുൾപ്പെടെ വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു. സ്കൂളിലെ ഒരു അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജപരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജപ്രചരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്കൂളിലടക്കം ഇല്ലാക്കഥകൾ പ്രചരിച്ചതോടെ നാണക്കേട് മൂലം വിദ്യാർത്ഥിനി പഠനം ഉപേക്ഷിച്ചു. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് 4 മാസം സ്കൂളിൽ പോയിരുന്നില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് എങ്ങനെ പെരുമാറുമെന്ന് പേടിയായിരുന്നെന്നും പെൺകുട്ടി പറയുന്നു. ആ അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലെ വ്യാജപ്രചരണം മറ്റുള്ളവർ അറിഞ്ഞ് വലിയ നാണക്കേടുണ്ടായി. നാണക്കേട് കാരണം മുടി മുറിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി.
തന്നെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച അധ്യാപികയെ തുടരാൻ അനുവദിക്കരുതെന്നാണ് പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കിളിമാനൂർ. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരെ പരിചയപ്പെട്ട് ബന്ധം സ്ഥാപിക്കും, പിന്നീട് ഭീഷണിപ്പെടുത്തി പണം തട്ടും. കോട്ടയം അതിരമ്പുഴ സ്വദേശിനി ധന്യ അർജുൻ ആള് നിസ്സാരക്കാരിയല്ല. കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷനിലെ പോലീസുകാരനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതാണ് യുവതി. എന്നാൽ അമേരിക്കൻ മലയാളിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി 60 ലക്ഷം രൂപയും 61 പവൻ സ്വർണ്ണാഭരണവും അപഹരിച്ച കേസിൽ ധന്യയ്ക്ക് പിടിവീണു. കഴിഞ്ഞ ഏപ്രിൽ 3 രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവരുടെ ഭർത്താവ് അർജുനും സുഹൃത്ത് അലനും നേരത്തെ അറസ്റ്റിലായതാണ്. ഒടുവിൽ കേസിലെ മുഖ്യപ്രതി ധന്യയും പിടിയിലായിരിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ ഗർഭിണിയായതിന് കോടതി ജാമ്യം നൽകി വിട്ടയച്ചു. രണ്ടു മാസം മുമ്പാണ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ PROയെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത്. പോലീസുകാരനെതിരെ ലൈംഗികാരോപണവും യുവതി ഉന്നയിച്ചിരുന്നു. ഈ കേസിലെ പരാതിക്കാരിയായ ധന്യ അർജുനെയാണ് ഗാന്ധിനഗർ പോലീസ് ഹണി ട്രാപ്പിൽ പിടികൂടിയത്. 2022-24 കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം. വീടിന് സമീപം താമസിച്ചിരുന്ന യുവാവിനോട് അടുപ്പം കാണിച്ച് ധന്യ ഒരുമിച്ചുള്ള നഗ്നചിത്രങ്ങൾ എടുത്തു. ഇതിനു പിന്നാലെ ബ്ലാക്ക് മെയിലിലൂടെ 60 ലക്ഷം രൂപയും 61 പവൻ സ്വർണവും കവർന്നുവെന്നാണ് പരാതി. കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ഗാന്ധിനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതിയെത്തി. എന്നാൽ പോലീസിനു മുമ്പിൽ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഗാന്ധിനഗർ പോലീസ് കടന്നത്. ഗർഭിണിയായതിനാൽ യുവതിക്ക് ജാമ്യം അനുവദിച്ചു. ധന്യയുടെ ഭർത്താവ് അർജുനും സുഹൃത്ത് അലൻ തോമസും കേസിൽ കൂട്ടുപ്രതികളാണ്. ഇവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് 18 കോട്ടയം. പക അത് വീട്ടാനുള്ളതാണ്. ഇതൊരു സിനിമയിലെ ഡയലോഗാണെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഉള്ളിൽ പകയും വിദ്വേഷവുമായി കഴിയുന്ന മനുഷ്യരുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് 62ാം വയസ്സിൽ തിരിച്ചടി നൽകിയ സംഭവമുണ്ടായി. മാലോം സ്വദേശി ബാബുവിൻ്റെ 2 പല്ലുകളാണ് സഹപാഠിയായിരുന്ന ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യുവും ചേർന്ന് അടിച്ചു കൊഴിച്ചത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഏറെ കൗതുകകരവും അപൂർവമായ കേസ്. കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാനാകൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് സഹപാഠിയെ തിരിച്ചു തല്ലി പകവീട്ടൽ, അതും 62ാം വയസ്സിൽ. കുട്ടിക്കാലത്തെ തല്ലിന് പകവീട്ടിയത് മാലോത്തെ ബാലകൃഷ്ണൻ. സഹായത്തിനുണ്ടായിരുന്ന സുഹൃത്ത് മാത്യു വലിയപ്ലാക്കലും കേസിൽ പ്രതി. അടികൊണ്ടത് മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ BJ ബാബുവിനി. ബാബുവിന്റെ 2 പല്ലുകളാണ് ഇരുവരും ചേർന്ന് അടിച്ചു കൊഴിച്ചത്. സ്കൂളിലെ തല്ലിനെ ചൊല്ലി ഇരുവരും നേരത്തെ വാക്കേറ്റമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പരിഹരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മാലോം ടൗണിൽ നിൽക്കുകയായിരുന്ന ബാബുവിനെ 4ാം ക്ലാസ്സിൽ വെച്ച് തല്ലിയതെന്തിനാണെന്ന് ചോദിച്ച് വീണ്ടും ആക്രമിക്കുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് മാത്യു കല്ലുകൊണ്ട് ബാബുവിന്റെ മുഖത്തും പുറത്തും ഇടിച്ചു പരിക്കേൽപ്പിച്ചു. 2 പല്ലുകൾ കൊഴിയുകയും മുഖത്തും പുറത്തും പരിക്കേൽക്കുകയും ചെയ്ത ബാബുവിനെ കൂടുങ്കലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. പരിക്ക് സാരമുള്ളതായതിനാൽ
കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ജില്ലാ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടറും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മാലോത്ത് നിന്നും കൂടുങ്കലിലേക്കും അവിടെ നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്കുമായി 100 കിലോമീറ്ററാണ് ബാബുവിന് ചികിത്സക്കായി സഞ്ചരിക്കേണ്ടി വന്നത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത വെള്ളരിക്കുണ്ട് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ട മണിയാർ സ്വദേശി മത്തായിയുടെ ദുരൂഹ മരണത്തിൽ നീതിക്കായി 5 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം. ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും അന്വേഷിച്ചിട്ടും ആരോപണ വിധേയരായ വനപാലകർക്കെതിരെ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയില്ല. വനപാലകർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി CBI കുറ്റപത്രവും സമർപ്പിച്ചതാണ്. എന്നാൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. കസ്റ്റഡി മരണത്തിൽ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്തായിയുടെ കുടുംബം. ജൂലൈ 28 പൊന്നു എന്ന് വിളിക്കുന്ന മത്തായിയെ ചിറ്റാറിലെ വനത്തിൽ സ്ഥാപിച്ച ക്യാമറ മോഷ്ടിച്ചുവെന്ന കേസിൽ വനപാലകർ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് അന്ന് വൈകിട്ട് 6 മത്തായിയെ വനത്തോട് ചേർന്നുള്ള കുടുംബ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തെളിവെടുപ്പിനിടയിൽ മത്തായി ഓടിപ്പോയി കിണറ്റിൽ ചാടിയെന്നായിരുന്നു കേസിലെ പ്രതികളായ ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. സംഭവം വിവാദമായതോടെ ആദ്യഘട്ടത്തിൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും നീതി ലഭിക്കില്ലെന്നുള്ള കുടുംബത്തിൻ്റെ പരാതിയെ തുടർന്ന് പിന്നീട് CBI അന്വേഷണമുണ്ടായി. 1 മാസത്തോളം റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മത്തായിയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. മത്തായിയുടെ മരണത്തിന് കാരണക്കാരായ വനപാലകർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രമാണ് കുറ്റപത്രത്തിലുള്ളത്. തുടർന്നാണ് മത്തായിയുടെ ഭാര്യ ഷീബ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ ഏറെ പ്രതീക്ഷയിലാണ് കുടുംബം. കാരണം അവർ ചെയ്ത തെറ്റിന് അവർ ശിക്ഷ അനുഭവിക്കണം. അതായത് അവർ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. നമ്മൾ ഒരുപാട് വേദന ഇപ്പോഴും ആ വേദന അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ 5 വർഷം ആവുന്നെന്ന് പറഞ്ഞാലും ഇന്നലെ നമ്മുടെ കൂടെ നിന്ന് ഇറങ്ങിപ്പോയ പോലത്തെ ഒരു അനുഭവമാണ്. ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ജോണി സാറ്, അഡ്വക്കേറ്റ് ജോണി കെ ജോർജാണ്. അദ്ദേഹമാണ് ഇതിനെതിരെ ആദ്യം മുതലേ കഷ്ടപ്പെട്ടത്. ഇപ്പോഴും അദ്ദേഹം ആ ഒരു കഷ്ടപ്പാടാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. സാറിൻ്റെ കയ്യിൽ ഞങ്ങൾ സുരക്ഷിതമാണെന്നും ഈ കേസ് ഞങ്ങൾക്ക് നല്ല വിധി കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷ. മൂന്ന് മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഉത്തരവിലുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന പരാതി പോലീസിനെ മാത്രമല്ല CWCയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത റിപ്പോർട്ടിൽ CWC കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് പരാമർശമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി CWC രംഗത്തെത്തി. SP ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയത് മറയ്ക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ബലിയാടാക്കുന്നുവെന്നാണ് പരാതി. ഇതിനിടെ സംഭവത്തിൽ പോലീസിനോടും CWCയോടും കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. പോക്സോ കേസ് അട്ടിമറിയിൽ കോന്നി ഡിവൈഎസ്പിയും CIയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് CWCയ്ക്കും വീഴ്ച പറ്റിയെന്ന ഗുരുതര പരാമർശം. കേസ് അട്ടിമറിക്കാൻ CWC ഓഫീസിൽ 1-ാം പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് നേരിട്ടെത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളുകയാണ് CWC. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ പരസ്യ പ്രതികരണത്തിനില്ല.
ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. പീഡനത്തെക്കുറിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പരാതി പിന്നീട് കോന്നി പോലീസിന് കൈമാറിയെങ്കിലും SP തുടരന്വേഷണം നടത്തിയില്ല. പോക്സോ കേസിൽ മേൽനോട്ട ഉത്തരവാദിത്തം SP-ക്കാണെന്നിരിക്കെയാണ് വീഴ്ച വരുത്തിയത്. പിന്നീടാണ് 3 മാസം കേസെടുക്കാതിരുന്ന സംഭവത്തിൽ കോന്നി ഡിവൈഎസ്പിയെയും CIയെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. 1-ാം പ്രതി നൌഷാദ് CWCയിൽ എത്തിയെന്ന കാര്യം ശരിയാണെന്നും അതിജീവിതയെ കാണണമെന്ന ആവശ്യം തള്ളിയെന്നും ഓഫീസിൽ നിന്ന് പ്രതിയെ ഇറക്കിവിട്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. CWCയെ സ്വാധീനിക്കാൻ മുൻ ഗവൺമെന്റ് ലീഡർ കൂടിയായ പ്രതി ശ്രമിക്കുന്നുവെന്നും തൊട്ടുപിന്നാലെ SP-യെ രേഖാമൂലം പരാതി അറിയിച്ചു. ഓഗസ്റ്റ് 3-ന് പീഡന വിവരം 17-കാരി തുറന്നു പറഞ്ഞതു മുതൽ സംരക്ഷണം ഏറ്റെടുത്തു. പ്രതി ഉന്നതനായതിനാൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെയാണ് തെളിവ് ശേഖരണം നടത്തിയത്. പോലീസിന് റിപ്പോർട്ട് നൽകാൻ 10 ദിവസത്തെ കാലതാമസം അങ്ങനെയുണ്ടായതെന്നാണ് CWCയുടെ വിശദീകരണം. ഇതിനെല്ലാം രേഖാമൂലം തെളിവുണ്ട്. ഒരു രേഖയും പരിശോധിക്കാതെ ആഭ്യന്തര വകുപ്പ് ഏകപക്ഷീയമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. തെളിവുകൾ സഹിതം പോലീസ് വരുത്തിയ വീഴ്ച മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനാണ് CWC ചെയർമാന്റെ തീരുമാനം. പോക്സോ കേസ് അട്ടിമറിയിൽ പോലീസിന്റെ കള്ളക്കളി തെളിയിക്കുന്ന ചില ഫോൺ കോളുകളും മുഖ്യമന്ത്രിക്ക് നൽകുന്ന പരാതിക്കൊപ്പം നൽകും. ഇതോടെ പോക്സോ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസുമായി പോര് ശക്തമാകുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ഒരു പ്രത്യേക വിരുദുണ്ട്. കാരണം അവർ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടാലും അതിശയപ്പെടാനില്ല. കോട്ടയത്ത് വിദേശത്ത് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് 25-കാരിയാണ്. കട്ടപ്പന സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയ കേസിൽ കോട്ടയം പാമ്പാടി സ്വദേശിനി ഐറിൻ എൽസ കുര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന സ്വദേശിയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപയാണ് 25-കാരിയായ കോട്ടയം പാമ്പാടി സ്വദേശി ഐറിൻ എൽസ കുര്യൻ തട്ടിയെടുത്തത്. UK-യിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പണം നൽകി നാളുകൾ കഴിഞ്ഞിട്ടും വിസ ലഭ്യമാവാതെ വന്നതോടെ കട്ടപ്പന സ്വദേശി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഐറിൻ തിരുവനന്തപുരം മാങ്ങാട്ടുകോണത്ത് താമസിക്കുകയാണെന്ന് കണ്ടെത്തി. തുടർന്ന് കട്ടപ്പന പോലീസ് തിരുവനന്തപുരത്തെത്തിയാണ് ഇവരെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. സ്വന്തം വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കിയാൽ പോരെയെന്ന് ചില രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. പൊതുപ്രവർത്തകരാകുമ്പോൾ അവരുടെയും കുടുംബാംഗങ്ങളുടെയും വ്യക്തിജീവിതത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇക്കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പല ക്രിമിനൽ കേസുകളിലും ഉൾപ്പെടുന്ന സംഭവങ്ങൾ കേൾക്കാറുണ്ട്. ഇടുക്കിയിൽ വാഹനമോഷണ കേസിൽ പിടിയിലായത് BJP നേതാവിൻ്റെ മകൻ ഉൾപ്പെടുന്ന സംഘമാണ്. എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്ത് ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്ത് ഉൾപ്പെടെ 5 പേരാണ് നെടുങ്കണ്ടത്ത് നിന്ന് വാഹനം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായത്. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മുത്തൂറ്റ് ഫിനാൻസ് പിടിച്ചെടുത്ത വാഹനം നെടുങ്കണ്ടം സ്വദേശി അൻസാരി വാങ്ങിയിരുന്നു. കൊല്ലം സ്വദേശി ജോയ്മോന്റെ ഉടമസ്ഥതയിലായിരുന്നു ആദ്യം വാഹനമുണ്ടായിരുന്നത്. ഇയാളാണ് ഫിനാൻസ് കമ്പനി ലേലം ചെയ്ത് വിറ്റ് ജീപ്പ് മോഷ്ടിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറയുന്നു. ആദ്യ RC ഓണറായ ജോയ്മോൻ, അഭിജിത്ത്, എറണാകുളം സ്വദേശികളായ ഉമറുൽ ഫാറൂഖ്, രാഹുൽ, മുഹമ്മദ് ബാസിദ് എന്നിവരെയാണ് ചൊവ്വാഴ്ച എറണാകുളത്ത് നിന്ന് പിടികൂടിയത്.
വാഹനത്തിലെ GPS ട്രാക്ക് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിലായ 5 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ BJP നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. ഒരു രോഗിയോട് പോലും മനസ്സാക്ഷി കാണിക്കാത്ത മോഷ്ടാക്കളുണ്ട്. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് എത്രത്തോളം ദുഷ്ടത നിറഞ്ഞതായിരിക്കും. ഇടുക്കി അടിമാലിയിൽ 60 രോഗിയായ വീട്ടമ്മയെ കട്ടിലിൽ കെട്ടിയിട്ടാണ് മോഷണം നടത്തിയത്. അടിമാലി SN പടി സ്വദേശിനി ഉഷാ സന്തോഷിനെയാണ് മോഷ്ടാവ് കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയ ശേഷം പണവുമായി കടന്നു കളഞ്ഞത്. രാവിലെ വീട്ടിൽ ആളില്ലായിരുന്ന സമയത്തായിരുന്നു മോഷണം. സുമനസ്സുകളുടെ സഹായത്താൽ ചികിത്സ നടത്തി വന്നിരുന്ന ഉഷയ്ക്കായി പൊതുധനസമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയാണ് മോഷ്ടാവ് അപഹരിച്ചത്. അടിമാലി NS പടി സ്വദേശിയായ വീട്ടമ്മ സുമനസ്സുകളുടെ സഹായത്താലാണ് അർബുദ ചികിത്സ നടത്തി വന്നിരുന്നത്. ചികിത്സയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോ ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം ഉഷ വീട്ടിൽ തിരിച്ചെത്തി. രാവിലെ മകൾ സ്കൂളിലേക്കും ഭർത്താവ് കൂലിപ്പണിക്കുമായി പോയി. ഈ സമയം നോക്കിയായിരുന്നു മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. ചികിത്സയുടെ മയക്കത്തിൽ നിന്ന് ഉഷ പൂർണ്ണമായി മുക്തയായിരുന്നില്ല. മോഷ്ടാവ് ആദ്യം വായിൽ തുണി തിരികിയതായും മറ്റൊരു തുണി ഉപയോഗിച്ച് തല മൂടുകയും ചെയ്തുവെന്ന് ഉഷ പറഞ്ഞു. ക്ഷീണം കാരണം ഞാൻ ആ റൂമിൽ കയറി കിടക്കുമായിരുന്നു. കട്ടിലേൽ കിടന്നങ്ങ് മയങ്ങി കിടന്നപ്പോൾ എൻ്റെ വായ ഇങ്ങനെ അങ്ങ് തുറക്കുന്ന പോലെ വന്നപ്പോൾ ഞാൻ തുറന്നു കൊടുത്തു. അപ്പോൾ തോർത്ത് ഫുള്ളായിട്ട് അങ്ങ് വായിലോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോൾ ആരാതിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും എൻ്റെ തലയിലൊരു മുണ്ടിട്ടങ്ങ് മൊത്തം കെട്ടി വെച്ചു. പാലെ കാണുന്നില്ല. അപ്പം ഇങ്ങനെ തുണി ഇങ്ങനെ കയറ്റി വെച്ചേക്കും. അപ്പോൾ പൈസ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. പൈസ ഇരിക്കുന്ന തരാമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കൈ കൊണ്ടില്ലെന്ന് പറഞ്ഞു. ഇത് എടുക്കാൻ വേണ്ടി പോയി വായിന്ന് എടുക്കാൻ വേണ്ടി എൻ്റെ 2 കൈയേലും പിടിച്ചിട്ട് എന്നെ കട്ടിലേന്ന് ഊർത്തി താഴത്തോട്ട് ഇരുത്തി ഞാനങ്ങ് തന്നെ തളർന്ന് കിടക്കുന്നവരും ഞാനങ്ങ് ഊർന്ന് ഞാനും ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അന്നേരം വീണ്ടും എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും 2 കൈയേലും ഇങ്ങനെ പുള്ളി ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. പിടിച്ചു കഴിഞ്ഞ പുള്ളി അവിടെ ഒരു സാരി കിടപ്പുണ്ടായിരുന്നു. കട്ടിലെ കൂട്ടി കെട്ടി വെച്ചിട്ട് ആ സാരി എടുത്ത് എൻ്റെ വയറിന് വട്ടം കൂട്ടി അതും ഇട്ട് കട്ടിലെ കെട്ടി വെച്ച്. പണം നൽകിയില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് മോഷ്ടാവ് ഉഷയെ ഭീഷണിപ്പെടുത്തി. അലമാരയിൽ നിന്ന് തുണികളെത്രയും പുറത്തേക്ക് വലിച്ചിട്ടെങ്കിലും പണം കണ്ടെത്താതെ വന്നതോടെ ഇയാൾ കൂടുതൽ പ്രകോപിതനായി. ഇതോടെ ഭയന്നു പോയ ഉഷ കട്ടിലിൽ കിടക്കുന്ന പേഴ്സിൽ പണമുള്ളതായി മോഷ്ടാവിനോട് പറഞ്ഞു. ഇതിനിടെ വായിലെ തുണി പൂർണ്ണമായി എടുക്കാൻ ശ്രമിച്ച ഉഷയുടെ കാലുകൾ കൂടി മോഷ്ടാവ് ബന്ധിച്ചു. പിന്നീട് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 16,500 രൂപയുമായി കള്ളൻ കടന്നു കളഞ്ഞു. സമീപവാസിയായ മറ്റൊരാൾ പിന്നീട് വീട്ടിലെത്തിയ സമയത്താണ് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ ഉഷയെ കണ്ടത്. ഉഷയുടെ ചികിത്സയ്ക്കായി പൊതുധനസമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയിൽ ബാക്കിയുണ്ടായിരുന്ന പണമാണ് മോഷ്ടാവ് കവർന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഉഷ തനിച്ചായിരുന്ന സമയം മാസ്ക് ധരിച്ച യുവാവ് വീട്ടിലെത്തിയിരുന്നു. ചികിത്സയ്ക്ക് സഹായിക്കാനെന്ന വ്യാജേന ഇയാൾ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതായും ഉഷ പറയുന്നു. ഈ വഴിക്കും പോലീസ് അന്വേഷണം നടക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. മൂവാറ്റുപുഴ പായിപ്രത്ത് മൊബൈൽ ടവർ നിർമ്മാണ കമ്പനിയുടെ യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി ഒടുവിൽ പിടിയിലായി. തൊടുപുഴ സ്വദേശി നിപുൻ അസീസിനെ ആലപ്പുഴയിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മോഷണം, പിടിച്ചുപറി, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ്. വാടകയ്ക്ക് താമസിക്കുന്ന തൊടുപുഴ വേങ്ങല്ലൂർ സ്വദേശി വലിയ അപ്പു എന്ന നിപുൻ അസീസാണ് പിടിയിലായത്. ആലപ്പുഴയിലെ ഒളിസങ്കേതത്തിൽ നിന്ന് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പായിപ്ര ഭാഗത്തെ മൊബൈൽ ടവർ നിർമ്മാണ കമ്പനിയിൽ നിന്ന്
3 ലക്ഷത്തോളം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മുൻപാണ് നിപുൺ കാപ്പ കഴിഞ്ഞ് ജില്ലയിൽ പ്രവേശിച്ചത്. പ്രതിക്കെതിരെ പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. നിലമ്പൂർ, ധർമ്മടം, കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. അന്വേഷണ സംഘത്തിൽ SI-മാരായ വിഷ്ണു രാജു, PC ജയകുമാർ, സീനിയർ CPO-മാരായ M അജന്തി, KA അനസ്, രഞ്ജിത് രാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കോതമംഗലം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ മലയാളത്തിൽ മാത്രമല്ല മറുനാടുകളിലും വലിയ തരംഗം സൃഷ്ടിച്ചതാണ്. ചിത്രം വൻ ഹിറ്റായതോടെ റെക്കോർഡ് കളക്ഷനാണ് സ്വന്തമാക്കിയത്. എന്നാൽ അതിനു പിന്നാലെ ഉണ്ടായ സാമ്പത്തിക തട്ടിപ്പ് വിവാദങ്ങൾ സിനിമയുടെ വിജയത്തിൻ്റെ നിറം കെടുത്തി. ആദ്യം കള്ളപ്പണ കേസിൽ ED അന്വേഷണം, തുടർന്ന് സാമ്പത്തിക തട്ടിപ്പ് പരാതി. സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശിയുടെ പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിന് മരട് പോലീസ് നോട്ടീസ് നൽകി. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിർ, സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മരട് പോലീസ് നോട്ടീസ് നൽകിയത്. നേരത്തെ കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിയ ഹൈക്കോടതി അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയിരുന്നു. സിനിമയ്ക്കായി പലപ്പോഴായി മുടക്കിയ 7 കോടി രൂപയോ ലാഭവിഹിതമോ തിരിച്ചു നൽകിയില്ലെന്നായിരുന്നു പരാതി. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകളാണ് നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയത്. 2022 നവംബർ 30-ന് 5.99 കോടി രൂപ പറവ ഫിലിംസിന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും 50 ലക്ഷം രൂപ ഷോൺ ആന്റണിയുടെ അക്കൗണ്ടിലും നൽകി. ഇതോടൊപ്പം 51 ലക്ഷം രൂപ പലപ്പോഴായി പണമായി കൈപ്പറ്റിയെന്നും സിറാജ് മൊഴി നൽകിയിരുന്നു. കരാർ പ്രകാരം പരാതിക്കാരന് 40 കോടി രൂപയുടെ അർഹതയുണ്ടെന്നും അത് നൽകിയില്ലെന്നും FIR-ൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. KM ഷാജഹാനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ്. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവാണ് പരാതി നൽകിയത്. എറണാകുളം അറക്കപ്പടിയിൽ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. സ്വാധീൻ നായിക്കാണ് എക്സൈസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം അമ്പലമുകൾ ഭാഗത്തു നിന്നും 2 കിലോ കഞ്ചാവുമായി ഇയാളുടെ അടുത്ത ബന്ധുവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ കാണാതായ യുവാവ് പഞ്ചായത്ത് കുളത്തിൽ മരിച്ച നിലയിൽ. എടയൂർ പൂക്കാട്ടിരി സ്വദേശി ശ്രീനിവാസിന്റെ മകൻ പ്രണവാണ് മരിച്ചത്. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അമ്മയായ BJP മുൻ നേതാവും ഇവരുടെ കാമുകനും അറസ്റ്റിൽ. ഹരിദ്വാറിലുള്ള യുവതിയെയും കാമുകനായ സുമിത് പത്വാളിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപാഠികളെയും സുഹൃത്തുക്കളെയും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ. നമ്മളിൽ പലരും ആ പഴയ ഓർമ്മകളിലേക്ക് പോകും. ഇങ്ങനെ ആനന്ദകരമായ അനുഭവമാണ് പലർക്കും റീയൂണിയനുകൾ. എന്നാൽ ഇക്കാലത്ത് പല റീയൂണിയനുകളും നിരവധി കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. ചില ബിരുദന്മാർ പഴയ കൂട്ടുകാരെ കാണാനെന്ന പേരിൽ സ്കൂളിൽ വരുന്നത് തന്നെ പല ചുറ്റിക്കളികൾക്കും വേണ്ടിയാണ്. തൃശ്ശൂരിൽ ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ ആദ്യം കൊലയാളിയാക്കിയത് ഒരു റീയൂണിയനായിരുന്നു.
സ്കൂളിലെ സഹപാഠിയായിരുന്ന സുനിതയെ കണ്ടുമുട്ടിയതോടെയാണ് അയാളുടെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്താനുള്ള തീരുമാനം. പിന്നീട് അയാൾ ഒരു കൊടും ക്രിമിനലാകുന്നതാണ് കണ്ടത്. സ്വന്തം കുടുംബമാണോ പഴയ സുഹൃത്തുക്കളാണോ വലുതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. ചെറിയ സന്തോഷത്തിന് വേണ്ടി ഇതുപോലെ വഴിവിട്ട ബന്ധങ്ങൾക്ക് പിന്നാലെ പോകുന്നവരുടെ ജീവിതം ദുരന്തത്തിലാകും കലാശിക്കുക. ഇതോടെ പോലീസ് പരോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.